ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കത്തിനൊരുങ്ങിയ ആർട്ടമിസ് സംഘം നാളെ പുലർച്ചെ 5:37 പേടകം ഭൂമിയിലിറങ്ങും. നാളെ പുലർച്ചെ 5:37 പേടകം ഭൂമിയിലിറങ്ങും. സാന്റിയാഗോ തീരത്തോട് ചേർന്ന ശാന്തസമുദ്രത്തിലാണ് ഒറയോൺ ഇന്റഗ്രിറ്റി വന്നിറങ്ങുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് 45 മിനിറ്റ് മുൻപ് പേടകത്തിൽ നിന്ന് സർവീസ് മൊഡ്യൂൾ വേർപെടും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം അതീവ നിർണായകമാണ്. കടലിൽ നിന്ന് പേടകത്തെയും യാത്രികരെയും വീണ്ടെടുക്കാൻ അമേരിക്കൻ നാവികസേനയുടെ USS ജോൺ പി മുർത്ത എന്ന പ്രത്യേക കപ്പലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സഞ്ചാരികളുടെ പ്രാഥമിക വൈദ്യപരിശോധന കപ്പലിൽ വെച്ച് തന്നെ നടത്തും. അതിനുശേഷം ഹെലികോപ്റ്ററിൽ 4 പേരെയും ഹൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റും. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയാണ് ആർട്ടമിസ് 2 ദൗത്യസംഘം മടങ്ങുന്നത്. 54 വർഷത്തിനു ശേഷം നടന്ന മനുഷ്യ ചാന്ദ്ര ദൗത്യത്തിലൂടെ അത്യപൂർവ ചിത്രങ്ങൾ സംഘം പകർത്തിയിരുന്നു. ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവർ, റീഡ് വിസ്മാൻ, ജെറമി ഹാൻസൺ എന്നിവരാണ് ദൗത്യസംഘത്തിലുള്ളത്. 10 ദിവസത്തെ ദൗത്യത്തിനായാണ് സംഘം പുറപ്പെട്ടത്. ഭാവിയിൽ നടത്താനിരിക്കുന്ന ചൊവ്വ യാത്രകൾക്കും ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുന്ന പദ്ധതികൾക്കും പ്രയോജനം ലഭിക്കുമെന്ന് കണക്കുകൂട്ടുന്നതാണ് യാത്ര. ദൗത്യത്തിനായി പോയ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തിയില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. ഒരു തവണ ചന്ദ്രനെ വലം വെച്ചാണ് മടക്കം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.